കെട്ടുതാലിയും ആധാരവും പണയപ്പെടുത്തി വളരെ ബുദ്ധിമുട്ടി IAS-ഉം IPS-ഉം എടുത്ത പാവം ഉദ്യോഗസ്ഥന്മാർ. നിങ്ങളൊക്കെ മതഭ്രാന്തന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും കളിപ്പാവളാന്ന് കഷ്ടമാണ്. കാള പറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേമം കെങ്കേമം ബ്രഹ്മദത്തന്റെ കഥ കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് അയാളുടെ നാശമാ. തളർവാദമല്ലേ, അതും വലതുകാലില്. എവിടെ എണ്ണിക്കാൻ? ഇടതാണെന്നാ കേട്ടത്. ഇടതായാലും വലതായാലും ബ്രഹ്മദത്തൻ ഇനി പൊങ്ങില്ല. കഴിഞ്ഞു കത്തിക്കല്. നാട്ടില് വർഗീയ കലാപം ഉണ്ടാക്കിയത് ഞാനാണെന്നല്ലേ ദേവന്റെ കണ്ടുപിടുത്തം. ഇപ്പൊ മനസ്സിലായില്ലേ? ദൈവം അപ്പ കൊടുത്തു ശിക്ഷ. കണ്ടോളൂ, ഇനി അടുത്തത് അവനാ. വ്രതം മുടങ്ങിയില്ലേ, എന്താ ചെയ്യാ? ഇനി ആ ദേവം കാട്ടിക്കൂട്ടുള്ളതൊക്കെ കാണണ്ടേ? വ്രതമിരിക്കാൻ ദേവനെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. നിയമപരമായി ദേവന അതിന് അവകാശി. അതിനെ എതിർത്തിട്ട് കാര്യമില്ല. നമ്മൾ വാശി പിടിച്ചാൽ ദേശക്കാര് നമുക്കെതിരാവും. അമ്മാവൻ തളർവാദം പിടിച്ചു കിടക്കുമ്പോ മരുമകന് തെക്കേപ്പാട്ട് എന്താ കാര്യം? സംബന്ധാലോചനയ്ക്ക് ഇവിടെ ആരുമില്ലല്ലോ. ഉണ്ടോ? ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? എടാ ചെറ്റേ, തൃപ്തിയായില്ലേ നിനക്ക്? ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് കൊലയ്ക്ക് കൊടുത്തപ്പോ മതിയായില്ലേ? നിന്റെ ഈ കുടിച്ചിപ്പട്ടികള് ഒരിക്കൽ എന്റെ കൈയുടെ ചൂടറിഞ്ഞതാ. നിന്നെയും നിന്റെ വാലാട്ടികളെയും അവസാനമായിട്ട് താക്കീത് ചെയ്യാനാ ഞാൻ ഇപ്പൊ വന്നത്. ഒന്ന് ചെലക്കാതെ ചെല്ല്. അമ്മാവന്റെ കൈയും കാലും തളർന്നു. അവളുടെ 2 കാലും പോയി. മോൻ പോ. ഇനി ഇവിടെ നിന്ന് വിലസിയാൽ നിന്റെ ഒരു കാലും കൈയും ഇവിടെ ഞാൻ എടുത്തു വെക്കും. ദേവാ, ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച് ഇവിടെ നിന്ന് വക്കാണം പിടിക്കുക. അമ്മാവന്റെ സ്ഥിതി ഒരു കണക്ക്. വിളിച്ചോണ്ട് പോഹാചാരെ, അല്ലെങ്കിൽ എനിക്ക് എന്റെ വിശ്വരൂപം കാണിക്കേണ്ടി വരും. ഞാനിപ്പൊ പോണു. അധികം താമസിയാതെ വീണ്ടും വരും. ബ്രഹ്മദത്തൻ തിരുമേനി എനിക്ക് എല്ലാമാണ്. ഞങ്ങളെ തമ്മി പിരിക്കാൻ നിനക്കെന്നല്ല ഒരു ശക്തിക്കും പറ്റില്ല. പട്ടി ഞാൻ വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞ് അപ്പൂനെ വഴിതെറ്റിക്കൊന്നും കരുതരുത്. മൂപ്പരുടെ സ്വഭാവം മുഴുവൻ അപ്പൂന് അറിയില്ല. അപ്പൂനെ വീട്ടുകാരിൽ നിന്ന് അകറ്റി നിർത്തിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാനതൊന്നും അന്വേഷിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട. അങ്ങനെയായാ പറ്റില്ലല്ലോ. അപ്പൂനിപ്പൊ ചെറുപ്പമാണ്. ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ള അപ്പോഴേക്കും. അതെ, ഞാൻ ചെറിയ കുട്ടിയൊന്നല്ലോ. മുറുക്കി തുപ്പുന്നത് പോലെ അദ്ദേഹത്തിന്റെ ജീവിതം. ഒരു രസം, നേരം പോക്ക്. ഞാൻ പോട്ടെ. അപ്പു എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ അത് ബോധ്യാവും. അപ്പുവിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണെന്ന് വെച്ചോളൂ. സ്നേഹം മാത്രം പോരല്ലോ, അർത്ഥവും വേണ്ടേ? നിക്കറിയോടെ, എന്തിനാ നീ പോണേ? കൂടെ താമസിച്ചോ? ഞാനാ പോണ്ടവിടെ. നിന്നെ ഇപ്പൊ എന്തിനാ ഇവിടോട്ട് കെട്ടിയെടുത്തേ? വെറുതെ നിന്ന് കിണുങ്ങണ്ട. ബഹളം വെച്ചാലുണ്ടല്ലോ, അരിഞ്ഞു കളയും ഞാൻ. ഗുരുവായൂരപ്പ, ഇത്രയും കാലം ജപിച്ച് ഭജിച്ച് കഴിഞ്ഞതിന്റെ പ്രതിഫലമാണ് എനിക്ക് തന്നതല്ലേ. സന്തോഷായി. വീട് വിൽപ്പനയ്ക്ക്. ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ എനിക്ക്? എന്നോട് പറഞ്ഞാ പോരെ. വീട് മാത്രമല്ല, എല്ലാം ഞാൻ വാങ്ങിച്ചോളാം. യുദ്ധത്തിൽ രാജാവ് തോറ്റാൽ എല്ലാ സ്വത്തുക്കളും അടിയറ വയ്ക്കും. രാമരാവണ യുദ്ധത്തിൽ രാവണൻ മരിച്ചപ്പോ രാവണന്റെ കാലാൾപ്പട, തേര്, സ്വർണം, വെള്ളി, അങ്ങനെ ഓരോന്നായി രാമന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു. അവസാനം ഒരാൾ വന്നു. ആരാന്നറിയോ?
മണ്ടോദരി. മണ്ടോദരിയെ കണ്ടപ്പോ രാമൻ മുഖം തിരിച്ചു. ഇവിടെ ഞാൻ മുഖം തിരിക്കില്ല. ഒരുപാട് പെണ്ണുങ്ങൾക്ക് ചെല്ലും ചെലവും കൊടുത്തിരിക്കല്ലേ. കൂട്ടത്തിലൊരു ക്രിസ്ത്യാനി പെണ്ണും കിടക്കട്ടെ. നിന്റെ എല്ലാം ഞാൻ എടുക്കാം, വിലയും തരാം, കത്രീനെ അടക്കം. എടാ ചെറ്റേ, എന്റെ ചോര നീരാക്കി കാഴ്ചാണ് നീ പറ്റിച്ചത്. നിന്റെ അന്ത്യകണ്ടെ തോമടങ്ങൂ. നിനക്കെന്റെ കത്രീനെ വേണം, അല്ലടാ പട്ടി. മാതാവാണ് സത്യം. നിന്റെ തല പൊട്ടിത്തെറിച്ചു പോടാ. നീ ഞങ്ങളെ ചർച്ചയിൽ കർത്താവ് പൊറുക്കില്ല, നോക്കിക്കോ. മൂർഖൻ പാമ്പിനെയാ നോവിച്ചിരിക്കണേ. തെക്കേപ്പാട്ട് രാവുണ്ണി നായരുടെ തനിനിറം നീ കണ്ടിട്ടില്ല. ഓടെ നാളി നീ ഞങ്ങളെ ഒലത്തും. അവസാനമായിട്ട് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയില്ല. എടുക്കില്ല, ഞാൻ ഉളിയെടുക്കില്ല. എടുത്താൽ ഇവിടെ പലതും സംഭവിക്കും. ശല്യം പോകാൻ നോക്ക. മനുഷ്യനെ മെനക്കെടുത്താതെ. നീ എന്നെ കൊണ്ട് എടുപ്പിക്കും. നോക്കിയിരിക്കാതെ വണ്ടി എടുക്ക. ഇവന്റെ ഒക്കെ നെഞ്ചത്തൂടെ കേട്ടായിരുന്നില്ല നിനക്ക്. എടുക്ക. ഇവിടുത്തെ മനഃശക്തി തളരരുത്. വ്രതം ഞാൻ ഏറ്റെടുക്കാം. ഇവിടുത്തെ ആഗ്രഹം പോലെ വേല ഗംഭീരമായിട്ട് ഞാൻ നടത്താം. അമ്മാവന് വേണ്ടി ദേവി പ്രീതിക്കായി ഞാൻ പ്രാർത്ഥിക്കാം. വേണ്ടി വന്നാൽ ദേവിയെ ആവാഹിച്ച് ഈ അകത്തളത്തിൽ ഞാൻ പ്രതിഷ്ഠിക്കാം. എന്നെ അനുഗ്രഹിക്കണം. വിപുല ഗുണകദംബേ കുമ്പിടുന്നോരിലൻപാർന്ന അപകട നിരയമ്പേ നീക്കുമോങ്കാരനമ്പേ. രിപുനിരയിലമരും ചെന്നു കേറുന്നൊരമ്പേ കൃപയരുളുക എന്നിൽ ശ്രീ ചിറക്കാവിലമ്പേ. എന്റെ മനസ്സ് മുഴുവൻ ആളിക്കത്തുന്ന തീയാണ്. അതണയണമെങ്കിൽ ശ്രീദേവിയുടെ ആത്മാവിന് ശാന്തി കിട്ടണം. ഈ തീ നീ ഒന്ന് അണച്ചു തരും അമ്മേ. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. തിരുമേനി, അങ്ങയുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്ക. ആ നീചൻ രാവുണ്ണിയാരെ വിടരുത്. അവൻ നമ്മളെല്ലാവരെയും ചതിച്ചു. എന്താ കാര്യം? ഇത്രയും കാലം അവന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുന്നതിന്റെ ശിക്ഷ എനിക്ക് ദൈവം നമ്പുരാൻ തന്നു. നമ്മുടെ ശ്രീദേവി കുഞ്ഞിനെ അവനും അവന്റെ മരുമോനും കൂടിയെ കൊന്നത്. ശ്രീദേവിയെ അവനും അവന്റെ മരുമോനും കൂടിയെ കൊന്നത് ഞാൻ കണ്ടതാ തിരുമേനി.
ശ്രീദേവി കുഞ്ഞ് മരിക്കുന്നെന്ന് വെടിക്കെട്ട് കാണാൻ കത്രീനെ കൂടെ ചെല്ലണമെന്ന് പറയാനായി വീട്ടിൽ വന്നപ്പോ എന്താ ഇന്ന് പതിവില്ലാതെ ഈ വഴിക്ക്? കത്രീനടുത്ത് എവിടെ? ചേച്ചി പള്ളി പോയിരിക്കുക. ഞാൻ ചേട്ടത്തിയെ കണ്ട് ഒരു കാര്യം പറയാൻ വന്നതാ. ആ ചേട്ടൻ വന്നല്ലോ, പറഞ്ഞോളൂ. എന്താ? കുറച്ചു നാളായി കത്രീനടുത്തെ കണ്ട് ചിലത് പറയണമെന്ന് വെച്ചിട്ട്. എന്ത് തന്നെയായാലും പറഞ്ഞു. ചേച്ചി വരുമ്പോ ഞാൻ പറഞ്ഞോളാം. രാവുണ്ണിയായാലും ആളുടെ മരുമോനും കുറെ തെമ്മാടികളും ദിവസേന എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാ. ദേവേട്ടനോട് പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാ. പക്ഷേ ദേവേട്ടൻ എന്തേലും ചെയ്താൽ എനിക്ക് നഷ്ടപ്പെടുന്നത് ദേവേട്ടനായിരിക്കും. ആ രാവുണ്ണിയായിരം എടുത്തത് ഞാൻ പറഞ്ഞാൽ നടക്കും തോന്നണില്ല. പിന്നെ തടിമിടുക്കുള്ള ആമ്പിള്ളേരാവുമ്പോ അല്പം തട്ടിന്ന് മുട്ടിന്നൊക്കെ ഇരിക്കും. അതൊന്നും അത്ര കാര്യമാക്കി കൊണ്ട് കിടക്കണ്ട. ഇന്നത്തെ കാലത്തൊക്കെ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. വെടിക്കെട്ട് കാണാൻ എന്നെയും കൂടി കൂട്ടണമെന്ന് കത്രീനടുത്തിയോട് പറയണം. അത് ഞാൻ പറഞ്ഞേക്കാം. എന്നാ വരട്ടെ. ആകെ പ്രശ്നമാണ്. എന്തു പറ്റി? ഉത്സവ പിരിവ് തീരെ കമ്മിയാ. ഒക്കെ രാവുണ്ണിയാരുടെ പണിയാണെന്നാ കേക്കണേ. കമ്മിറ്റിക്കാർ ഞാൻ ചെല്ലുന്നതും കാത്തിരിക്കുക. നാസുരക്കാരന് കാശ് കൊടുത്തിട്ടില്ല, വെടിക്കെട്ടുകാരന് കാശ് കൊടുത്തിട്ടില്ല. കഥാപ്രസംഗക്കാരനാണെങ്കിൽ ഉടുമ്പ് പിടിക്കണ പോലെ എന്റെ പിന്നാലെ കൂടിയിരിക്കുക. എന്താ ഒരു വഴി? എന്തേലും പാളിച്ച് പറ്റിയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ആളുടെ മുഖത്ത് നോക്കണേ? ഇനി രാവുണ്ണിയാര് പിടിച്ചടാ ജയിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നും അമ്പലവും കമ്മിറ്റി എന്ന് പറഞ്ഞ് നടക്കാനേ ദേവേട്ടന് നേരമുള്ളൂ. ഈ വീട്ടിലെ കാര്യം വല്ലതും അറിയണുണ്ടോ? പഴയ പോലെ ഇപ്പോഴും ഒറ്റ തടിയാന്നാ വിചാരം. ദേ ഒരു 5-6 മാസം കൂടി കഴിഞ്ഞാ പുതിയൊരാളുകൂടി വരണുണ്ട്. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാ. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്, നീ ആ മാല ഇങ്ങോട്ട് ഊരുത്ത. എവിടെയെങ്കിലും കൊണ്ടിന് പണയം വെച്ചിട്ട് തക്കാലം മുഖം രക്ഷിക്കുക. അല്ലെങ്കിൽ തന്നെ വേലയും പൂരമെന്ന് പറഞ്ഞ് കുറെ തൊലച്ചില്ലേ? ആകപ്പാടെ ഉള്ളൊരു മിന്ന ഇത്. ദേവേട്ടന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഒന്നും കിട്ടാനും ഇല്ല. ഓ, ഇത് പിന്നെ നിന്റെ നിലപാട് കൊണ്ടുവന്നല്ലേ? ഞാൻ നിന്ന് ഉരുക. നിനക്ക് തരാൻ സൗകര്യം ഉണ്ടെങ്കിൽ കൂടി താ. തരില്ല എന്ന് പറഞ്ഞ തരില്ല. വേലയും പൂരം ഒക്കെ എന്റെ വിധിയാ. അട്ടേ പിടിച്ചും എത്ര കിടത്തി എന്നെ പറഞ്ഞാ മതി. വേല പ്രമാണിച്ചുള്ള കലാപരിപാടികൾ തുടങ്ങാറായി. ഇനിയും ഉത്സവ പിരിവ് തന്നിട്ടില്ലാത്ത ഭക്തജനങ്ങൾ എത്രയും പെട്ടെന്ന് തന്ന് ഈ തട്ടകത്തെ വേല ഗംഭീര വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി. പാവം ദേവേട്ടൻ. മാല നേരിട്ട് കണ്ടു കൊടുക്കാം. ഞാൻ വന്നതല്ലേ ഉള്ളൂ. നമുക്കൊന്നിച്ചിരുന്നു സംസാരിക്കാം, രസിക്കാം. കലാപരിപാടികൾ അമ്പലത്തിൽ നടക്കുമ്പോ ഇവിടെയും ആയിക്കോട്ടെ എന്ന് വെച്ചു. ഒരുപാട് നാളായി നിന്നെ ഞാൻ നോട്ടം വിട്ടിട്ട്. പൂണൂലിട്ടവനെ മാത്രമേ നിനക്ക് വേണ്ടൂ അല്ലേ? എനിക്കെന്താ കുലമഹിമ കുറവ്? എന്നാലേ എനിക്ക് വേണ്ട. പക്ഷെ ഇവന് എന്റെ മരുമകന് വേണം. പേടിക്കണ്ട, വരുന്നിടത്ത് വെച്ച് കാണാം. നിന്നിൽ നിന്ന് ആരെങ്കിലും ഇത് അറിയാനിടയായാൽ നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കും. ഇവളെ കൊന്നത് ദേവനാ. ആരാ? ദേവനാ? ആരാ? ദേവൻ. എന്തായി?
എന്തെങ്കിലും തിരിമറി ചെയ്ത് 3000 രൂപ കൊണ്ടുവരാതെ നാസർക്കാരൻ കുഴലുമില്ല. രാവണനാണെങ്കിൽ പലരെയും പറഞ്ഞ് മുടക്കിയിരിക്കുക. ആലോചിക്കാൻ സമയമില്ല. ഞങ്ങളെ കൊണ്ട് ഒന്നും കഴിയില്ല. ദേവൻ ശരിയാക്കിയേ പറ്റൂ. എങ്ങനെയെങ്കിലും ഞാൻ മാല വാങ്ങിച്ചോണ്ടരാം. നിങ്ങൾ കാര്യം ചെയ്യും, അത് പണയം വെക്കാനുള്ള ഏർപ്പാടുണ്ടായി. ശരി. ശ്രീദേവി, 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 എന്താ ഇത്? ശ്രീദേവി, ശ്രീദേവി, എടോ, ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി താൻ ഇത്രയും വലിയ പാതകം ചെയ്തല്ലോടൂ. അയ്യോ, ഇവൻ ഇതല്ല, ഇതിനപ്പുറം ചെയ്യും. ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം. ഞാനല്ല, ഇവിടെ കൊന്നൊന്ന് ആരെങ്കിലും സ്വയം സമ്മതിക്കോടോ? ഞാനല്ല, ഇവൻ തന്നെ കൊന്നത്. ഞാനല്ല, 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 ഞാനല്ല. ഇതിനു മുമ്പും പലതവണ അവർ ശ്രീദേവിയെ ശല്യം ചെയ്ത കാര്യം എന്നോടും കത്രീനയോടും ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ദേവേട്ട, ദേവേട്ട എന്നോട് ക്ഷമിക്കണം. മാപ്പ് ചോദിക്കാൻ ഞാൻ അർഹനല്ല. വ്രതം മുറിയാൻ ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. അമ്മാവനോടുള്ള കടപ്പാട് നിറവേറ്റണം. ഒപ്പം അമ്മയോടും. അവനെ ഞാൻ നോക്കിക്കോളാം. രാജാ, അരുത്. അവനോട് ഞാൻ ചോദിച്ചോളാം. എങ്കിൽ മാത്രമേ ശ്രീദേവിയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. ദേവേട്ടൻ വ്രതം മുടക്കരുത്. അവൻ എനിക്ക് വിട്ടുതരൂ.
Ha ha ha!